സോ സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസത്തെ സ്ലൈഡിൽ നമ്മൾ പ്രോട്ടീൻ്റെ അനിമൽ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രോട്ടീൻ കൊളാജൻ, യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രോട്ടീൻ റുബിസ്കോ ആണ് കണ്ടത്. നമ്മൾ പ്രോട്ടീൻ്റെ മറ്റൊരു പാർട്ടിലേക്ക് കിടക്കുകയാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ. ദാറ്റ് ഈസ് എ സ്ട്രക്ചർ ലെവൽ ഓഫ് പ്രോട്ടീൻ ഓർ സ്ട്രക്ചർ ഓഫ് ദ പ്രോട്ടീൻ. പ്രോട്ടീന് മൾട്ടിപ്പിൾ റോളായിട്ട് നമ്മൾ കണ്ടു. പ്രോട്ടീന് സ്ട്രക്ചറൽ റോളുണ്ട്, ഫങ്ഷണൽ റോളുണ്ട്. സോ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോട്ടീൻ്റെ ഈ റോളുകൾ നമുക്ക് ചെയ്യണമെങ്കിൽ protein have to stay in different structures. So mainly there are 4 types of structure of protein. One is called primary structure, second one is secondary structure, third one is tertiary structure, fourth one is quaternary structure. Okay, now the primary structure എന്ന് പറഞ്ഞാൽ, as you know, protein is made of amino acid chain. Amino acid chain means it is joined by means of peptide bond. ശരിക്കും അമിനോ ആസിഡുകളെ ഒരു കല്ലകളായിട്ടും പെപ്റ്റൈഡ് ബോണ്ടിനെ കണ്ണിയായിട്ടും നോക്കുകയാണെങ്കിൽ കണ്ണിയിൽ കുറത്ത കല്ല പോലെയാണ് ശരിക്കും പ്രോട്ടീൻ കാണുക. സോ അങ്ങനെയുള്ള ഈ ചെയിൻ ഓഫ് അമിനോ ആസിഡിനെ ആണ് നമ്മൾ ശരിക്കും പ്രൈമറി സ്ട്രക്ചറായിട്ട് കാണുന്നത്. സോ ദിസ് ഈസ് ദ പ്രൈമറി സ്ട്രക്ചർ, ജസ്റ്റ് ലൈക്ക് ബീഡ്സ് ഓൺ സ്ട്രിങ്. Describe the sequence of amino acids, that is positional information in a protein. Let's left end first amino acid, the right hand last amino acid, like that the amino acid chain. This is the secondary structure. ഈ അമിനോ ആസിഡ് ചെയിനെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സെക്കൻഡറി സ്ട്രക്ചർ. ഹിയർ വൺ ഓർ മോർ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആർ ഫോൾഡഡ് ഇൻ ദ ഫോം ഓഫ് എ ഹെലിക്സ് പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പല രീതിയിൽ ഫോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ സിഗ്സാഗ് പോലെ ഫോൾഡ് ചെയ്യാം. ഇറ്റ് ഹാസ് ഓൺലി വൺ റൈറ്റ് ഹാൻഡ് ഹെലിക്സ്. അങ്ങനെ സെക്കൻഡറി സ്ട്രക്ചറിലെ പ്രോട്ടീൻ എക്സാമ്പിൾ അങ്ങനെ കെരാറ്റിൻ, നമ്മുടെ നഖത്തിലും മുടിയിലും മൃഗങ്ങളുടെ കൊമ്പിലൊക്കെ കാണുന്ന പ്രോട്ടീനാണ് കെരാറ്റിൻ. പിന്നെ അതുപോലെ തന്നെ സിൽക്കിലൊക്കെ കാണുന്ന ഫൈബ്രോയിൻ, ഇതൊക്കെ മുടിയിലൊക്കെയുള്ള പ്രോട്ടീൻ, നഖത്തിലൊക്കെയുള്ള പ്രോട്ടീൻ ഏത് ഷേപ്പിലാണ് നിൽക്കുന്നത്? സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് ദ പ്രോട്ടീൻ ആണെന്ന് പറയും. സോ ദ പ്രൈമറി സ്ട്രക്ചറിൻ്റെ ഫോൾഡിംഗ് ആണ് സെക്കൻഡറി സ്ട്രക്ചറായിട്ട് നമുക്ക് കിട്ടുന്നത്. നൗ ദ ടെർഷ്യറി സ്ട്രക്ചർ, ഇത് സെക്കൻഡറി സ്ട്രക്ചറിൻ്റെ തന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ഫിഗറാണ്. നമുക്ക് മുടിയുടെ അകത്തുള്ള പ്രോട്ടീനെയും ഫൈബ്രോയിൻ്റെ അകത്തുള്ള പ്രോട്ടീനെയൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, നൗ ടെർഷ്യറി സ്ട്രക്ചർ, ഈ സെക്കൻഡറി സ്ട്രക്ചറിനെ വീണ്ടും നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 3 ഡയമെൻഷണൽ വ്യൂ കിട്ടും. അതിനാണ് നമ്മൾ ടെർഷ്യറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. സെക്കൻഡറി സ്ട്രക്ചർ ഈസ് ഫർദർ ഫോൾഡഡ് ടു ഫോം ദ ടെർഷ്യറി സ്ട്രക്ചർ. ഒരു 3 ഡയമെൻഷൻ വ്യൂ പോലെ നമുക്ക് ടെർഷ്യറി സ്ട്രക്ചർ കിട്ടും. നല്ല എക്സാമ്പിൾ മയോഗ്ലോബിൻ അല്ലെങ്കിൽ എൻസൈംസ്. മയോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ എല്ലാ എൻസൈമുകളും പ്രോട്ടീൻസാണ്. പിന്നെ എല്ലാ എൻസൈമുകളും പ്രോട്ടീൻസിൻ്റെ ടെർഷ്യറി സ്ട്രക്ചറാണ്. ഇവിടെ നമുക്ക് സാധാരണയിൽ പറയുന്നൊരു സെൻറ്റൻസ് ഉണ്ട്, ഓൾ ദ എൻസൈംസ് ആർ പ്രോട്ടീൻസ് ബട്ട് ഓൾ ദ പ്രോട്ടീൻസ് ആർ നോട്ട് എൻസൈം. ഒരു പ്രോട്ടീൻ എൻസൈമായിട്ട് മാറണമെങ്കിൽ പ്രോട്ടീൻ ഏത് സ്ട്രക്ചറിൽ വന്ന് നിൽക്കണം? ടെർഷ്യറി സ്ട്രക്ചറിൽ വന്ന് നിൽക്കണം. സോ ടെർഷ്യറി സ്ട്രക്ചറിൽ വന്ന് നിന്നാൽ മാത്രമേ ഒരു പ്രോട്ടീൻ എൻസൈമായിട്ട് മാറുള്ളൂ. അപ്പോൾ എല്ലാ എൻസൈമുകളും പ്രോട്ടീനാണ്, പക്ഷേ എല്ലാ പ്രോട്ടീനുകളും എൻസൈമുകളല്ല എന്ന് പറയും. ഓക്കെ, നൗ ക്വാട്ടർണറി സ്ട്രക്ചർ. ഈ ക്വാട്ടർണറി സ്ട്രക്ചറിൽ 2 or more അമിനോ ആസിഡ് ചെയിൻ ഫോൾഡഡ് ടു ഫോം ക്വാട്ടർണറി സ്ട്രക്ചർ. നമുക്കിവിടെ കാണാം, ഇവിടെ ഹീമോഗ്ലോബിനാണ് വെരി ഗുഡ് എക്സാമ്പിൾ. ഹീമോഗ്ലോബിൻ 2 ആൽഫ ചെയിനും 2 ബീറ്റ ചെയിനും ഉണ്ട്, എല്ലാം കൂടെ 4 ചെയിൻ. ഈ 4 ചെയിനുകൾ പരസ്പരം ഇടകലർന്നിട്ട് ഫോൾഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും ക്വാട്ടർണറി സ്ട്രക്ചർ ഓഫ് ദ ഹീമോഗ്ലോബിൻ നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, സോ ദർ ഈസ് എ സ്ട്രക്ചർ ഓഫ് ദി പ്രോട്ടീൻ. അപ്പോൾ ഇവിടെ കാണാം, പ്രൈമറി പ്രോട്ടീൻ എന്ന് പറയുന്നത് സിമ്പിൾ അമിനോ ആസിഡ് ചെയിൻ. അതിനെ ഒന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ സെക്കൻഡറി സ്ട്രക്ചർ കിട്ടുന്നു. സെക്കൻഡറി സ്ട്രക്ചറിനെ കൂടുതൽ ഫോൾഡ് ചെയ്യുമ്പോൾ ടെർഷ്യറി സ്ട്രക്ചർ കിട്ടുന്നു. ടെർഷ്യറി സ്ട്രക്ചറിൽ നിന്നും 2, 3, 4 അതിൽ കൂടുതലോ അമിനോ ആസിഡ് ചെയിൻ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്വാട്ടർണറി സ്ട്രക്ചറുകൾ കിട്ടുന്നു. ഓക്കെ, നമ്മൾ മറ്റൊരു ബയോമോളിക്യൂൾസിലേക്കാണ് പോകുന്നത്, ദാറ്റ് ഈസ് പോളിസാക്കറൈഡ്. ഐ ടോൾഡ് യു, നേരത്തെ നമ്മൾ ഷുഗേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഷുഗർ എന്ന് പറയുന്നത് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ തമ്മിൽ ചേരുമ്പോൾ കിട്ടുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. അത് കോംപ്ലിക്കേറ്റഡ് ഫോമിൽ കാണുമ്പോഴാണ് പോളിസാക്കറൈഡുകളായിട്ട് കിട്ടുന്നത്. സോ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് മോണോസാക്കറൈഡ് എന്താണെന്ന് കണ്ടിട്ടുണ്ട്. 2 സിമ്പിൾ ഷുഗർ ജോയിൻ ചെയ്യുമ്പോൾ ഡൈസാക്കറൈഡ് കിട്ടും. കൂടുതൽ ഷുഗറുകൾ ജോയിൻ ചെയ്യുമ്പോൾ പോളിസാക്കറൈഡ് കിട്ടും. ഓക്കെ, ഒറ്റ ഷുഗറില്ലെങ്കിൽ സിമ്പിൾ ഷുഗറില്ലെങ്കിൽ മോണോസാക്കറൈഡ്, 2 സിമ്പിൾ ഷുഗർ ജോയിൻ ചെയ്യുമ്പോൾ ഡൈസാക്കറൈഡ്. ഡൈസാക്കറൈഡിന് എക്സാമ്പിൾ എന്താ? ഇപ്പോൾ മോണോസാക്കറൈഡിന് എക്സാമ്പിൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എക്സെട്ര. ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടല്ലോ. ഡൈസാക്കറൈഡിന് എക്സാമ്പിൾ ഹലോ ശ്രീ, ഓക്കെ.
അല്ലെങ്കിൽ മോണോസാക്കറൈഡ് എക്സാമ്പിൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എക്സെട്ര. ഡൈസാക്കറൈഡിന് എക്സാമ്പിൾ മാൾട്ടോസ്, ലാക്ടോസ്, സുക്രോസ് എക്സെട്ര. പോളിസാക്കറൈഡിന് എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ, ഇനുലിൻ എക്സെട്ര. സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ ഹോമോപോളിമർ ഓഫ് ഗ്ലൂക്കോസ്, സെല്ലോസ് എന്ന് പറഞ്ഞാൽ ഹോമോപോളിമർ ഓഫ് അഗെയിൻ ഗ്ലൂക്കോസ്, ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞാൽ ഹോമോപോളിമർ ഓഫ് ഗ്ലൂക്കോസ്, ഇനുലിൻ എന്ന് പറഞ്ഞാൽ ഹോമോപോളിമർ ഓഫ് ഫ്രക്ടോസ്. ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിസാക്കറൈഡുകളാണ്. നമുക്കിവിടെ കാണാം അതിൻ്റെയൊക്കെ സ്ട്രക്ചറുകൾ. ഓക്കെ, there are complex polysaccharides formed of amino sugars, for example glucosamine, N-acetyl glucosaminic acid. Chitin, it is the homopolymer of N-acetyl glucosamine. It is seen in the exoskeleton of arthropods and fungal cell walls. അപ്പോൾ ഇതൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിസാക്കറൈഡ്സ് ആണ്. ചിലപ്പോൾ പോളിസാക്കറൈഡ്സ് മറ്റ് കോംപ്ലക്സ് ആയിട്ടുള്ള മറ്റ് കോമ്പൗണ്ടുമായിട്ട് ചേർന്നിട്ടൊക്കെ ചില പുതിയ കോമ്പൗണ്ട് ഉണ്ടാകും. ഫോർ എക്സാമ്പിൾ ഇവിടെ കണ്ടില്ല നമ്മൾ അമിനോ ഷുഗറാണ് ഇതവിടെ കാണിച്ചിരിക്കുന്നത്. മറ്റൊന്ന് കൈറ്റിൻ. പോളിസാക്കറൈഡ്സിൽ എങ്ങനെ പോളിസാക്കറൈഡ്സ് ഉണ്ടാവുക? രണ്ട് സിമ്പിൾ ഷുഗർ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴാണ്. രണ്ട് സിമ്പിൾ ഷുഗറുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ബോണ്ട് എന്താണ്? ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഇതൊരു സിമ്പിൾ ഷുഗർ, ഇത് മറ്റൊരു സിമ്പിൾ ഷുഗർ, രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു വാട്ടർ തന്മാത്ര അതിൽ നിന്നും എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ കിട്ടുന്ന ബോണ്ടാണ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. അപ്പോൾ അമിനോ ആസിഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബോണ്ട് പെപ്റ്റൈഡ് ബോണ്ട്, എന്നാൽ ഷുഗറുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബോണ്ട് ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഓക്കെ, ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്ലൈക്കോജൻ നേരത്തെ നമ്മൾ പറഞ്ഞു. ഗ്ലൈക്കോജൻ അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ മാത്രമാണ്. സ്റ്റാർച്ച് ഫോംസ് ദ ഹെലിക്കൽ സെക്കൻഡറി സ്ട്രക്ചർ. ഇറ്റ് ക്യാൻ ഹോൾഡ് അയഡിൻ മോളിക്യൂൾസ് ഇൻ ദ ഹെലിക്കൽ പോർഷൻ ഗിവ് ബ്ലൂ കളർ. നമ്മൾ സാധാരണ സ്റ്റാർച്ചിന് എങ്ങനെയാണ് ലാബറട്ടറിയിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അയഡിൻ സാൾട്ട് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ സ്റ്റാർച്ച് ഉണ്ട് സംശയിക്കപ്പെടുന്ന ഫുഡിലേക്ക് അയഡിൻ ഇട്ടിച്ചു കഴിഞ്ഞാൽ അയഡിൻ്റെ കളർ നല്ല ബ്രൗണിഷ് കളറാണ്. അതിൽ അയഡിൻ എടുത്തിട്ട് നമ്മൾ സ്റ്റാർച്ചിലേക്ക് ഇട്ടിച്ചു കഴിഞ്ഞാൽ നല്ല ബ്ലൂയിഷ് കളർ കിട്ടും. സെല്ലോസ് ഹാസ് നോ കോംപ്ലക്സ് ഹെലിക്കൽ ആൻഡ് ദെർഫോർ കനോട്ട് ഹോൾഡ് ഐ ടു. നമ്മൾ സെല്ലോസിലേക്ക് അയഡിൻ സൊല്യൂഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാര്യമായിട്ട് കളർ ചേഞ്ചസ് കാണില്ല. കാരണം അതിന് അയഡിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അപ്പം സ്റ്റാർച്ചിന് ടെസ്റ്റ് ചെയ്യുന്ന അയഡിൻ ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറഞ്ഞതാണ്. ഇനി ന്യൂക്ലിക് ആസിഡ്സ് മറ്റൊരു ബയോമോളിക്യൂൾസാണ്. മാക്രോ ബയോമോളിക്യൂൾസാണ് ന്യൂക്ലിക് ആസിഡ്. നമ്മൾ നേരത്തെ തന്നെ ന്യൂക്ലിക് ആസിഡിനെ കുറിച്ച് കണ്ടു കഴിഞ്ഞു അല്ലേ? Nucleic acid is a polymer of nucleotide. Nucleotide is a polymer of nucleoside. Nucleoside is formed of nitrogen bases as well as pentose sugar. അപ്പം ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞ പോളിമർ ഓഫ് ന്യൂക്ലിയോടൈഡ്. DNA RNA ആണുള്ളത്. ന്യൂക്ലിക് ആസിഡ്സ് ആർ എ ഹെറ്ററോ പോളിമർ ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. ദാറ്റ് ഈസ് മെനി ന്യൂക്ലിയോടൈഡ്സ് ആർ ലിങ്ക്ഡ് ടു ഫോം പോളി ന്യൂക്ലിയോടൈഡ്. അപ്പം ഒരു ന്യൂക്ലിയോടൈഡിനകത്തുള്ള കോമ്പണൻറ്റ് ഇതൊക്കെയാണ്. പെൻറ്റോസ് ഷുഗർ ഉണ്ടാവും, നൈട്രജൻ ബേസ് ഉണ്ടാവും, ഫോസ്ഫേറ്റ് ഉണ്ടാവും. ഇതാണ് ഒരു ന്യൂക്ലിയോടൈഡ്. ഇങ്ങനെ ന്യൂക്ലിയോടൈഡുകളെ പരസ്പരം ചേർക്കുമ്പോൾ ന്യൂക്ലിക് ആസിഡ് കിട്ടും. ഓക്കെ, ഫോസ്ഫേറ്റ്, പെൻറ്റോസ് ഷുഗർ, നൈട്രജൻ ബേസ്. നൈട്രജൻ ബേസിനെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടല്ലോ. നൈട്രജൻ ബേസ് രണ്ട് ടൈപ്പ് ഉണ്ട്, പ്യൂരിൻസ് ആൻഡ് പിരമിഡിൻസ്. അവ അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ, യുറാസിൽ, അങ്ങനെ 5 ടൈപ്സ് ഓഫ് നൈട്രജൻ ബേസുകളായിട്ടൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ന്യൂക്ലിക് ആസിഡ് 2 types, DNA ആസ് വെൽ എസ് RNA. സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് DNA അത് കണ്ടുപിടിച്ചിരിക്കുന്നത് വാട്സൺ ക്രിക്ക് മോഡലാണ്. വാട്സൺ ആൻഡ് ക്രിക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് DNA സ്ട്രക്ചർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് DNA സ്ട്രക്ചർ എന്താണ്? ഡബിൾ ഹെലിക്കൽ മോഡൽ. ഒരു ചുറ്റുഗോവണിയുടെ ആകൃതിയിലാണ് DNA എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡബിൾ ഹെലിക്കൽ മോഡൽ. ഒരു ഏണി എന്ന് പറഞ്ഞാൽ 2 സ്ട്രാൻഡ് ഉണ്ടാവും, പിന്നെ സ്റ്റെപ്സ് ഉണ്ടാവും. ഈ സ്ട്രാൻഡ് നിർമ്മിച്ചിരിക്കുന്നത് DNA സ്ട്രാൻഡ് നിർമ്മിച്ചിരിക്കുന്നത് ഫോസ്ഫേറ്റും ഷുഗറും കൊണ്ടാണ്. എന്നാൽ സ്റ്റെപ്സ് നിർമ്മിച്ചിരിക്കുന്നത് നൈട്രജൻ ബേസുകൾ കൊണ്ടാണ്. നമുക്കിവിടെ കാണാം, ദർ ആർ മോർ ദാൻ ഡസൻസ് ഓഫ് DNA such as A, B, C, D, E, Z, etc. DNA consists of 2 polynucleotide strands arranged anti-parallel as double helix. ഇപ്പോൾ DNAക്ക് 2 സ്ട്രാൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 2 സ്ട്രാൻഡും ആൻറ്റി പാരലാണ്. ഒന്ന് മുകളിലോട്ടേക്കാണ്, മറ്റേ താഴോട്ടേക്ക് നിലത്തിൽ ഓപ്പോസിറ്റ് ദിശയിലാണ്. അവയുടെ പൊളാരിറ്റി നമ്മൾ എങ്ങനെ കണക്കാക്കുന്നത്? ഒരു സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി നമ്മൾ കണക്കാക്കുന്നത് 3' 5' എന്ന് പറയുമ്പോൾ അടുത്തതിൻ്റെ പൊളാരിറ്റി നമ്മൾ പറയുന്നത് 5' 3' എന്നാണ് പറയുന്നത്. അതിൻ്റെ DNA എൻഡുകൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കണക്കാക്കുന്നത്.
ഓക്കെ, നമ്മളിവിടെ കണ്ടു ഡി എൻ എയുടെ ഒരു ഡീറ്റെയിൽഡ് ഫിഗറാണ്. അതിൻ്റെ സ്ട്രാൻഡ് നിർമ്മിച്ചിരിക്കുന്നത് ഫോസ്ഫേറ്റും ഷുഗറും കൊണ്ടാണ്. അതിൻ്റെ സ്റ്റെപ്സ് നിർമ്മിച്ചിരിക്കുന്നത് നൈട്രജൻ ബേസ് കൊണ്ടാണ്. അപ്പോൾ ഒരു വശത്തിലെ നൈട്രജൻ ബേസ് അടുത്ത സ്ട്രാൻഡിന് നൈട്രജൻ ബേസുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത് ബൈ മീൻസ് ഓഫ് ഹൈഡ്രജൻ ബോണ്ട്. കണ്ടോ, ഒരു വശത്തുള്ള നൈട്രജൻ ബേസുകൾ ഡി എൻ എയുടെ മറ്റേ വശത്തുള്ള നൈട്രജൻ ബേസുകളുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, ബോണ്ട് ചെയ്യുമ്പോൾ ആ ബോണ്ടിന് വിളിക്കുന്ന പേര് ഹൈഡ്രജൻ ബോണ്ട് എന്നാണ് വിളിക്കുക. ഓക്കെ, ബാക്ക്ബോൺസ് ഓർ ദ സ്ട്രീൻ ഫോംഡ് ബൈ ദി ഷുഗർ ഫോസ്ഫേറ്റ് ചെയിൻ ആണ്. സ്റ്റെപ്സ് ആർ ഫോംഡ് ഓഫ് നൈട്രജൻ ബേസസ്. നൈട്രജൻ ബേസസ് ഇൻക്ലൂഡ് അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ ആൻഡ് യുറാസിൽ ഇസ് ആബ്സെൻ്റ് ഇൻ ഡി എൻ എ. ഓക്കെ, നമുക്കിവിടെ കാണാം അഡിനിനും തൈമിനും തമ്മിലാണ് ജോയിൻ ചെയ്യുന്നത്, ഗ്വാനിനും സൈറ്റോസിനും തമ്മിലാണ് ജോയിൻ ചെയ്യുന്നത്. അഡിനിനും തൈമിനും തമ്മിൽ ജോയിൻ ചെയ്യാൻ 2 ഹൈഡ്രജൻ ബോണ്ട്, ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ ബോണ്ട് ചെയ്യാൻ 3 ഹൈഡ്രജൻ ബോണ്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പം ATCG ഇതാണ് നൈട്രജൻ ബേസുകളുടെ പെയറിങ്. ഈ പെയറിങ്ങിനെ നമ്മൾ ബേസ് പെയറിങ് അല്ലെങ്കിൽ BP എന്ന് വിളിക്കുന്നത്, ബേസ് പെയറിങ് അല്ലെങ്കിൽ BP എന്ന് വിളിക്കുന്നത്. കണ്ടല്ലോ. ഇനി ഇത് പെൻറ്റോ ഷുഗർ, ഇത് ഫോസ്ഫേറ്റ്. ഈ പെൻറ്റോ ഷുഗറും ഫോസ്ഫേറ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ബോണ്ടുകൾ നമ്മൾ ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ഫോസ്ഫോ ഡൈഎസ്റ്റർ ബോണ്ട്. എ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ലിങ്ക്സ് വിത്ത് ദ 3rd കാർബൺ ഓഫ് ദ ഷുഗർ ഓഫ് 1 ന്യൂക്ലിയോടൈഡ് ടു ദ 5th കാർബൺ ഓഫ് ദ ഷുഗർ ഓഫ് നെക്സ്റ്റ് ന്യൂക്ലിയോടൈഡ്. ഇത് പെൻറ്റോ ഷുഗറിൻ്റെ 3rd കാർബൺ എവിടെയാണ്, പെൻറ്റോ ഷുഗറിൻ്റെ 5th കാർബൺ എവിടെയാണ്. അപ്പോൾ അവ തമ്മിലുള്ള ബോണ്ടേജ് ആണ് ഇവിടെ കാണിച്ചു വെച്ചിരിക്കുന്നത്. The bond between the phosphate and OH group of sugar is called ester bond. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇതാണ് എസ്റ്റർ ബോണ്ട്, ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് എന്ന് പറയുന്നത്. ഇതാണ് ഡി എൻ എയുടെ ഏറ്റവും ബാക്കിലുള്ള, ഏറ്റവും പുറത്തുള്ള ബോണ്ട്. ബാക്ക് ബോൺ ഓഫ് ദ ഡി എൻ എ ഈസ്